50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്രയാണ്? ഇവിടെ 50 രൂപ കൊടുത്തിട്ട് 10 ഓറഞ്ച് വാങ്ങി, അതായത് 10 ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 50 രൂപയാണ്. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 50/10 5 രൂപയാണ് ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില. അതുപോലെ നമ്മൾ ഒരു ഓറഞ്ച് വാങ്ങിയ വിലയാണ്, ഒരു ഓറഞ്ചിൻ്റെ വിറ്റ വില കാണും. അപ്പോഴും എന്താ പറയുക, 50 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്, പക്ഷേ 8 ഓറഞ്ചേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 8 ഓറഞ്ചിൻ്റെ വിറ്റ വില 50, 8 ഓറഞ്ചിൻ്റെ വിറ്റ വില 50. അപ്പോൾ ഓരോ ഓറഞ്ചിൻ്റെ വിറ്റ വില 50/8. നമുക്കിതിനെ 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 25/4 എന്ന് വരും. ഈ 25/4 ഹരിക്കുന്നതിന് നമുക്കൊരു എളുപ്പ വഴി ചെയ്യാം. ഈ 25/4നെ അംശത്തിനും ഛേദത്തിനും 25 കൊണ്ട് ഗുണിക്കുക. 25/4നെ അംശത്തിനും ഛേദത്തിനും 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 × 25 625, 4 × 25 100. അതായത് 100 കൊണ്ടുള്ള ഹരണം എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ 4നെ 100 25/25 കൊണ്ട് ഗുണിച്ചത്. 625/100 എന്താ ചെയ്യുക? 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തിടുക. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക, 6.25 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ 25നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴും ഇത് കിട്ടും. എളുപ്പ വഴിക്കാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില അറിയാം, ഒരു ഓറഞ്ചിൻ്റെ വിറ്റ വില അറിയാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ലാഭമാണ്. വിറ്റ വില 6.25 ആണ്, വാങ്ങിയ വില 5 ഉള്ളൂ. അപ്പോൾ ലാഭമാണ്. എത്ര ലാഭം? 6.25 നിന്ന് 5 കുറയ്ക്കുക. ലാഭം 6.25 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1.25 രൂപ. ഇതെന്താ കിട്ടിയ ലാഭം? ചോദ്യം എന്താ? ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാൻ സൂത്രമൊക്കെ എന്താ? ലാഭം ബൈ വാങ്ങിയ വില × 100, വില കൊടുക്കുക. ലാഭം എത്ര? 1.25 ബൈ വാങ്ങിയ വില എത്ര? ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 5 ആണ്. അപ്പോൾ 1.25/5 × 100. നമുക്ക് ഈ 5ഉം 100ഉം വെട്ടുമ്പോൾ മുകളിൽ 20 വരും. 20 × 5 100. അപ്പോൾ 1.25 × 20 ഇത് ഗുണിക്കുക. അതായത് 125നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 250 വരും. 125 × 2 250, ഒരു 0, 2500 എന്ന് വരും. അതിൽ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ ഈ 2 0 പോയി 25 എന്ന് വന്നു. അതായത് ലാഭശതമാനം 25%.